ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ രുചികരമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ, ഏതാനും മിനിറ്റുകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. ഒരുപാട് സാധനങ്ങളും വേണ്ട. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഈ കറിയുടെ പേരാണ് പപ്പായ തൈരിട്ടത്, അല്ലെങ്കിൽ പപ്പായ റൈത്ത എന്ന് വേണമെങ്കിലൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പപ്പായ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പപ്പായ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊരു ഈ സൈസിലുള്ളൊരു പപ്പായ, പിന്നെ ഒരു പാക്കറ്റ് തൈരാണ്. ഇത് രണ്ടും മതി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ തൈര് മിൽമയുടെ തൈരാണ്, പുളിയില്ലാത്ത തൈര് പ്രത്യേകം മേടിക്കണം ഇതിന്. 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കറി അടിപൊളി ടേസ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണേലും കുഴപ്പമില്ല, പക്ഷേ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല, കട്ട തൈരായിരിക്കണം, പുളിയും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആദ്യമേ തന്നെ ഈ തൈരിനെ പൊട്ടിച്ച് ഞാനൊന്ന് സ്പൂണ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക പാടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ടയുടച്ചെടുക്കാം. ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ അത് ലൂസായി പോകും. നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ക്രീമി പരുവത്തിലാണ് വേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ചൂട് ഇതിനകത്തേക്ക് ചെല്ലുമ്പോൾ ഈ തൈരൊന്ന് ലൂസാവുകയും ചെയ്യും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് പപ്പായയുടെ തൊലിയൊക്കെ കളഞ്ഞു നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിടുകയാണ്. വെള്ളം വളരെ കുറച്ച് മതി. കഷ്ണങ്ങൾ അത് മുഴുവൻ പപ്പായ വേണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിന് തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടിരിക്കണമെങ്കിൽ പപ്പായ കൂടുതൽ വേണം. ഇത് നന്നായി വെന്ത് ഉടഞ്ഞ് വരേണ്ടതാണ്. അതുകൊണ്ട് ഒരു മീഡിയം സൈസ് പപ്പായ ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ. ഇച്ചിരി പഴുത്തത്, അതായത് ചെനച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, പഴുത്തത് വേണ്ട. അപ്പോൾ ഈ പച്ച പപ്പായയിലേക്ക് ഞാൻ അതിനകത്തേക്ക് കുറച്ച് കാന്താരി മുളക്, നമ്മളിതിന് മുളക് പൊടി ചേർക്കുന്നില്ല, എരിവിന് ആവശ്യമുള്ളത്ര എടുക്കുക കേട്ടോ. കുറച്ച് എരിവ് വേണം, പച്ചമുളകായാലും മതി. എൻ്റെ കാന്താരി മുളകാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 3-4 കഷ്ണം കറിവേപ്പില ഇടുന്നുണ്ട്, ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒറ്റ വിസിൽ വെന്ത് കിട്ടും, എന്നാലും ഒരു വിസിൽ കൂടെ നമുക്ക് ഇരിക്കട്ടെ. ഇതിനെ ശരിക്കും ഉടഞ്ഞ് കിട്ടണം, കഷ്ണങ്ങൾ വേണ്ട നമുക്ക്. അപ്പോൾ അതേ 2 വിസിലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതേ നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തവി കൊണ്ട് തന്നെ ഞാൻ ഉടയ്ക്കുകയാണ്. ആ കാന്താരി മുളകും എല്ലാം നന്നായിട്ട് ഉടഞ്ഞ് ചേരണം. നല്ല ക്രീമി ആയിട്ടിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ, വളരെ ഈസിയാണ്. ഇനി നമുക്ക് കറിയാക്കാം. ഇത് ഞാനൊരു ചട്ടിയാണ് വെച്ചിരിക്കുന്നത്, ഏത് പാത്രം വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു നാടൻ കറിയുടെ ഒരു രീതി കിട്ടാൻ വേണ്ടിയാണ് ചട്ടി വെച്ചിരിക്കുന്നത്. ചട്ടി ചൂടാകുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വേറെ എണ്ണയൊന്നും വേണ്ട, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. പിന്നെ നമുക്ക് വറയിടുന്ന സാധനങ്ങളൊക്കെ ഇടാം. കടുക്, ഞാൻ ഉലുവ ഇടാറില്ല കേട്ടോ. ഇനി ഇട്ട് നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ പറയണം. ഞാൻ ഉലുവയുടെ ഇതുവരെ ഇട്ടിട്ടില്ല. കടുക്, പിന്നെ വറമുളക്, ഒരു വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി വേണം. ചെറിയ ഉള്ളി ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് മുരിയുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഫ്രൈ നന്നായിട്ട് വരണം, ബ്രൗൺ കളറാവണം, ഉള്ളി മൂത്ത മണവും വരണം. അതിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വറയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മുളക് പൊടി ഇടണ്ട കേട്ടോ, മുളക് പൊടി നമുക്കിതിന് വേണ്ട. മഞ്ഞൾപ്പൊടി ഇടുന്നതും അതിനൊരു കളർ, ഒരു ഭംഗി വരാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്. അത് മൂത്ത് കഴിയുമ്പം ഇതിൽ നിന്ന് ഒരു സ്പൂണ് ഞാൻ വറയെടുത്ത് മാറ്റി വെക്കുക കേട്ടോ. നിർബന്ധമെന്നുള്ള കാര്യമല്ല, നമുക്ക് അവസാനം ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ, വറ കിടക്കുന്ന കാണാൻ. ഇനി ഇതിനകത്തേക്ക് ഏറ്റവും ലോ ഫ്ലെയിമാണ് തീ ഇരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വെള്ളം കുറച്ച് മതി, എനിക്കൊരു ഇത്തിരി വെള്ളം കൂടിപ്പോയട്ടോ. ഇത്രയും വെള്ളം വേണ്ട, നമുക്കിത് നല്ല കട്ടിയായിട്ടിരിക്കണം. ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് യോജിക്കട്ടെ. ഒന്ന് തിളച്ചൊക്കെ കഴിയുമ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ.
നന്നായിട്ടൊക്കെ തിളച്ച് ഒന്നെല്ലാം കൂടെ യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കുന്നു. ഈ കൂട്ടത്തിൽ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാണ്. പിന്നെ ഇത് തിളച്ച് പോകരുത്. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിളയ്ക്കണ്ട, ഈ ചൂടിൽ കിടന്ന് അത് നന്നായിട്ട് ചൂടായിക്കോളും. നമുക്ക് അടപ്പിൽ നിന്ന് വേണമെങ്കിൽ മാറ്റി വെക്കാം കേട്ടോ. പാത്രം ചൂടായതുകൊണ്ട് ഇത് ആവശ്യത്തിനനുസരിച്ച് തൈര് ഓരോരുത്തരും ഒഴിച്ച് കൊടുക്കണം. ഇതിന് പുളി പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അത് നിർബന്ധമായ കാര്യമാണ്. ഒട്ടും പുളി പാടില്ല. ഞാൻ ആ തൈര് മുഴുവനും അതിനകത്ത് ഇളക്കി അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇച്ചിരി കൂടെ തൈര് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ കിടുക്കാച്ചി ടേസ്റ്റാണ്. ഇനി ഇതിനകത്തേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇടണം. ഇതും ആരും സ്കിപ്പ് ചെയ്യരുത്. ഇതും കൂടി ഇട്ട് കഴിയുമ്പം സൂപ്പർ ടേസ്റ്റാണ്. തേങ്ങയൊന്നും അരയ്ക്കാൻ നിൽക്കണ്ട. എളുപ്പത്തിൽ ഒരു പപ്പായ ഉണ്ടെങ്കിൽ ഇതുപോലെ തൈരും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കറിയുടെ കൂടെ ഇതും കൂടെ ഒഴിച്ച് കൂട്ടുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് ചോറുണ്ണാൻ. കുട്ടികൾക്ക് എരിവ് അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ നല്ല രുചിയോടുകൂടി തന്നെ കഴിക്കും. അപ്പം ഈ പപ്പായ റൈത്ത ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് അവസാനം ആ വറ നമ്മളൊരു സ്പൂൺ എടുത്ത് മാറ്റി വെച്ചില്ലേ, അതും കൂടി ഞാൻ ഒഴിക്കുകയാണ്. നമുക്ക് കഴിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ അതും കൂടെ വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇളക്കി എടുത്ത് നമുക്കതിനെ കഴിക്കാം. ഉടനെ ഉണ്ടാക്കി ഉടനെ കഴിക്കരുത്. ഒരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷമേ കഴിക്കാവുള്ളൂ. ഈ തൈര് ഒന്ന് ഇച്ചിരി നേരം ഈ കറിയിരുന്ന് ഒന്ന് കുറുകണം കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.